പുൽക്കൂടും നക്ഷത്രങ്ങളും ഇല്ലാതെ ഒരു ക്രിസ്മസ് കാലമില്ല. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രതീകമായ പുൽക്കൂടുകളില്ലാതെ ക്രിസ്മസ് പൂർത്തിയാകില്ല. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പാലക്കാട് നിന്നും പുൽക്കൂട് ഒരുക്കാൻ എത്തിയിരിക്കുകയാണ് വേലുച്ചാമി. കൊച്ചി മറൈൻ ഡ്രൈവിലെ കാഴ്ചയിലേക്ക്. മഞ്ഞിൻ തണുപ്പുള്ള ഡിസംബറിൽ ആഘോഷങ്ങളുടെ രാത്രികളാണ് ഓരോ ക്രിസ്മസ് കാലവും. നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലത്ത് പതിവ് തെറ്റിക്കാതെ കൊച്ചി മറൈൻ ഡ്രൈവിന്റെ ക്രിസ്മസ് തിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ് പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരിയിലെ വേലുച്ചാമിയും കൂട്ടരും. ക്രിസ്മസ് കാലത്ത് കൊച്ചിയിലെത്തുന്നത് വേലുച്ചാമിയുടെ പതിവായി കഴിഞ്ഞിട്ട് കാലം പലതായി. കൃത്യമായി പറഞ്ഞാൽ 16 വർഷങ്ങൾ. ക്രിസ്മസിനുള്ള പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കാനായാണ് വേലുച്ചാമി എത്തുന്നത്. പാലക്കാട്ടെ പരമ്പരാഗത കുട്ടനെയ്ത്ത് തൊഴിലാളികളാണ് വേലുച്ചാമിയും സംഘവും. ക്രിസ്മസ് ആയാൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ സായാഹ്നങ്ങളിൽ ഇവരുമുണ്ടാകും. വർഷത്തിലെ അവസാന മാസം ഇവർ കൊച്ചിക്കാർക്കായി മാറ്റിവെച്ചതാണ്. ഡിസംബർ 24 വരെ പുൽക്കൂടും നക്ഷത്രങ്ങളുമായി തിരക്കിലാണ് വേലുച്ചാമി. 16 കൊല്ലമായി ഇവിടെ വന്നിട്ട്. കൊല്ലം ഒരു മാസം ഇരിക്കുമ്പോൾ വരും. വർക്ക് ചെയ്ത് വന്ന് ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. പാലക്കാട് നിന്ന് സാധനങ്ങളൊക്കെ കയറ്റി വരും. ആ 4-5 ആൾക്കാർ വന്ന് പണിയും. പണിതിട്ട് 24-ാം തീയതി വരെ ഒന്നായിട്ട് പോകും. 24-ാം തീയതി വരെ ഉണ്ടാവും ഇവിടെ. മുള കൊണ്ടും വൈക്കോൽ കൊണ്ടുമാണ് നിർമ്മാണം. 2 വർഷം വരെ പുൽക്കൂടും നക്ഷത്രങ്ങളും നശിക്കാതെ ഇരിക്കും. പാലക്കാടൻ ടച്ചുള്ള പുൽക്കൂടുകളും മുളനക്ഷത്രങ്ങളും ആവശ്യക്കാർ പറയും വിധത്തിൽ നിർമ്മിച്ചു നൽകാനും ഇവർ റെഡി. 250 മുതൽ 800 രൂപ വരെയാണ് വില. മുള തൊട്ട് മുള്ളാണി വരെ എല്ലാം പാലക്കാട് നിന്നുമാണ്. പൂർണ്ണമായും ഒരു പാലക്കാടൻ പ്രൊഡക്റ്റ്. വൈക്കോല്, മുള, മുള്ളാണി, കെട്ടുകമ്പി, ആണി ഇത്രയാണ് ചെയ്യണത്. പരമ്പരാഗത രീതിയിൽ നമ്മൾ കൊട്ടത്തൊഴിലാണ് ഇതിന്റെ. ആ ഒരു മാസം ഇത് ചെയ്യുന്നുള്ളൂ. ക്രിസ്മസ് കാലത്ത് കൊച്ചിക്കാരുടെ ശീലമായിരിക്കുകയാണ് വേലുച്ചാമിയുടെയും കൂട്ടരുടെയും പുൽക്കൂടും നക്ഷത്രങ്ങളും. ആഘോഷരാവുകളിൽ ഒരു പാലക്കാടൻ ടച്ചും ഇപ്പോൾ കൊച്ചിക്കാർക്കൊരു മസ്റ്റാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.